പെരുന്നാളായിട്ട് കൂട്ടുകാരി വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. ഒരുങ്ങി ഷൂ ഒക്കെ ഇട്ട് നമ്മുടെ ഏതെല്ലാണ് കേട്ടോ അവളുടെ വീട്ടിലേക്ക് പോണത്. പെരുന്നാളായിട്ട് വെറും കൈയായിട്ട് ചെല്ലണ്ടെന്ന് വെച്ചാൽ നമ്മള് ചെറിയൊരു മുട്ടായൊക്കെ മേടിച്ചിട്ട് ഇന്ന് പോകണം. കടലിന്റെ അടുത്തുള്ള ഈ ഒരു വഴിയിലൂടെ കേട്ടോ നമ്മൾ അവളുടെ വീട്ടിലേക്ക് പോകണം. കുറെ കറങ്ങിയെങ്കിലും അവസാനം നമ്മൾ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെക്കാൾ 5 മിനിറ്റ് മുമ്പേ പുറപ്പെട്ടവരൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടാ വരുന്നത്. സ്വന്തം വീട് പോലെ കണ്ട് കേറിക്കൊള്ളാൻ ആളെയും പറയുന്നത്. അങ്ങനെ വീട്ടിൽ കയറി നമ്മൾ ആദ്യത്തെ വെൽക്കം ഡ്രിങ്ക് കുടിക്കുക. നാട്ടിലെ ചൂടിന് പറ്റിയ സാധനം. എന്നിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുക കേട്ടോ. പൊറോട്ടയും മൊറോട്ടയും ബീഫ് കറിയും തേങ്ങാപ്പാൽ കറിയും ഇതെല്ലാം കൂടെ ചേർന്നൊരു കിടിലം. പിന്നെ അവളുടെ ഉമ്മയുടെ സ്പെഷ്യൽ കൊഞ്ചു വറുത്തത്. ഇതെല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സും വയറും നിറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാരണവര് ദേവൻ ആള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങാനായിട്ട് പോകാട്ടോ. ആള് കൂടുതലാണ്ട് തന്നെ നമ്മൾ ഹരിമോനിലാവും. ഈ ഒരു കടലിനടുത്തോടുള്ള ഒരു കിടിലം വഴിയിലൂടെ പോകും. പാലം പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിന്ന് ജങ്കാറ് കയറി വേണം പോകാൻ. അതിനായിട്ട് നമ്മുടെ ഹരിമോൻ റിവേഴ്സ് ചെയ്യും. അങ്ങനെ നാടിനോട് യാത്ര കൊണ്ട് നമ്മളൊരു തുണിക്കടയിലാട്ടോ വന്ന് കയറിയാണ്. ഇവിടുന്ന് ഫിറുവിന്റെ അനിയത്തേക്ക് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഹരിമോൻ നമുക്ക് ചെറിയൊരു പണി തന്നു. അതൊക്കെ ശരിയാക്കിയിട്ട് നമ്മളിതേ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോകാട്ടോ. ചെന്നപ്പോഴത്തേക്കും ആളുടെ ഉമ്മ നമുക്ക് വേണ്ടി ഇതേ കിട്ടിലൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചത്. അത് കഴിക്കാനായിട്ടുള്ള കൈ കഴുകാനുള്ള ക്യൂ ആയി കാണും. കൂടുതൽ ഒരുങ്ങാതെ മാറുവെണ്ണ സാലഡും ബിരിയാണിയും ചിക്കൻ ഫ്രൈയും വന്നപ്പോഴത്തേക്കും ദേ ഒരുത്തം കൊണ്ടുപോകും. ആ വിശന്ന വയറിലേക്ക് ചെന്നപ്പോൾ അവസ്ഥ കണ്ടില്ല. വീട്ടിൽ കഴിച്ച പാത്രം തൊടാത്തവരൊക്കെ അതേ പാത്രം കൊടുക്കും. അങ്ങനെ ചിക്കനും ബീഫും കൊഞ്ചും വന്ന ബിരിയാണിയിലേക്ക് നമ്മളൊരു പപ്പടം കൂടിട്ട് പൊടിക്കുന്നു. ഈ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് ഇവളുടെ ഉമ്മയ്ക്ക് 10 തന്നെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചാൽ നമ്മുടെ ഡിസേർട്ടിങ് വന്നു. ഡയറ്റിൽ ഇരിക്കുന്നവൻ. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ ഒരു ബീച്ചിന്റെ സൈഡിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ ഉടുപ്പൊന്ന് മാറ്റുന്നുണ്ട്. എന്തിന് ഫോട്ടോ എല്ലാവരോടും ഒരുമിച്ച് ഫോട്ടോ എടുക്കാനായിട്ടേ പോകുന്നത്. അതിനിടയ്ക്ക് ഓടിപ്പോകുന്ന കുറെ കിളികളെ കണ്ടില്ല. അങ്ങനെ അവിടെ നിന്ന് വെള്ളത്തിലും കളി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. സത്യം പറഞ്ഞ ഒരു കിടിലൻ ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം.